നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കാന്തപുരം AP അബ്ദുൽ ഹക്കീം അസരി നേതൃത്വം നൽകുന്ന മാനവ സഞ്ചാരം ശനിയാഴ്ച ആയുർവേദ നഗരിയിലെത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കാന്തപുരം AP അബ്ദുൽ ഹക്കീം അസരി നേതൃത്വം നൽകുന്ന മാനവ സഞ്ചാരം ശനിയാഴ്ച ആയുർവേദ നഗരിയിലെത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 16 കാസർഗോഡ് നിന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കാന്തപുരം AP അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ മാനവ സഞ്ചാരം ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ, വയനാട്, നീലഗിരി, കോഴിക്കോട്, മലപ്പുറം ഈസ്റ്റ് ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി നാളെ അഥവാ 23-ാം തീയതി ശനിയാഴ്ച മാനവ സഞ്ചാരം നമ്മുടെ മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ ആയുർവേദത്തിൻ്റെ ഹൃദയഭൂമിയാകുന്ന കോട്ടക്കലിലേക്ക് എത്തുകയാണ്. നമ്മുടെ വെസ്റ്റ് ജില്ലയിലെ 11 ഭാഗങ്ങളിൽ പ്രഭാതത്തിൽ രാവിലെ കാലത്ത് 5 മണിക്ക് SYSൻ്റെ നേതാക്കളുടെ കൂട്ടത്തിൽ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന പ്രമുഖരെല്ലാം ഉൾക്കൊണ്ട് പ്രഭാത നടത്തത്തോടു കൂടിയാണ് മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ ഗ്രാമസഞ്ചാര പരിപാടികൾ ആരംഭിക്കുക. പ്രഭാത നടത്തത്തോടനുബന്ധിച്ച് ജനസമ്പർക്കങ്ങൾ, വിവിധ യുവജന പ്രസ്ഥാനങ്ങളിലെ പ്രതിനിധികളുമായുള്ള ടേബിൾ ടോക്ക്, കൂടിക്കാഴ്ച, വ്യവസായ, സംരംഭക, പ്രൊഫഷണൽ മേഖലകളിലുള്ള പ്രതിഭകളുമായി, പ്രധാനികളുമായുള്ള ആശയവിനിമയം, നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയും സൗഹാർദ്ദങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടിയും ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാധ്യമ വിരുന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സന്ദർശനം, നമ്മുടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള പാലിയേറ്റീവ് കെയറുകൾ, അതുപോലെ ആതുര സേവന രംഗത്തെ കേന്ദ്രങ്ങൾ, ചരിത്ര സ്മാരകങ്ങളൊക്കെ സന്ദർശിച്ചു കൊണ്ടുള്ള തീർത്തും വേറിട്ട ജനമനസ്സുകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് മാനവ സഞ്ചാരം. സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്തുക, മാനവിക വിചാരങ്ങളെ ഉണർത്തുക തുടങ്ങിയവ ലക്ഷ്യമിട്ട് SYS സംസ്ഥാന കമ്മിറ്റി പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായാണ് മാനവ സഞ്ചാരം നടത്തുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. കേരള കായിക, ഹജ്ജ്, വഖഫ്, റെയിൽവേ വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി സന്ദേശ പ്രഭാഷണം നടത്തും. ജാഥ ലീഡർ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി അഭിവാദ്യം ചെയ്യും. ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി സമാപന പ്രഭാഷണം നടത്തും. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, AP അനിൽകുമാർ MLA, KT ജലീൽ MLA, ബ്രഹ്മശ്രീ അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാട്, അഡ്വക്കേറ്റ് ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുകണ്ടത്തിൽ, KPCC സെക്രട്ടറി നൌഷാദ് അലി, സയ്യിദ് സ്വലാഹുദ്ദീൻ ബുഖാരി, അലി ബാക്കവി ആറ്റുപുറം, KPH തങ്ങൾ കാവനൂർ, അബ്ദുൽ ഹഫീൽ അഹ്സനി ആറ്റുപുറം, ഡോക്ടർ ഷുഹൈബ് തങ്ങൾ തുടങ്ങിയവർ സംസാരിക്കും. സമസ്ത മുഷാവറ ട്രഷറർ കോട്ടൂർ കുഞ്ഞമ്മ മുസ്ലിയാർ, അബു ഹനീഫ് അൽ ഫൈസി തെന്നല, പൊന്മള മൊയ്തീൻകുട്ടി ബാക്കവി, എളങ്കൂർ മുത്തുകോയ തങ്ങൾ, സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി വൈലത്തൂർ, സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി, ചെറുശോല അബ്ദുൽ ജലീൽ സഖാഫി, PKM സഖാഫി ഇരിങ്ങല്ലൂർ, സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി, ദേവർശോല അബ്ദുസലാം മുസ്ലിയാർ, സ്വാദിഖ് സഖാഫി പെരിന്താറ്റിരി, സ്വാദിഖ് വെളിമുക്ക്, അബ്ദുറഹ്മാൻ സഖാഫി ഊരകം, K അബ്ദുൽ കലാം, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി തുടങ്ങിയവർ പങ്കെടുക്കും. സ്നേഹവും സാഹോദര്യവും കുറയുന്ന സമൂഹം ദുർബലമാകുകയും അത് അപകടകരമായ ചലനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ സമൂഹത്തിൽ ഊഷ്മളമായ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും വർഗീയ വിഭജന ആശയങ്ങൾക്കെതിരെ ജനകീയ പ്രതിരോധം ഒരുക്കാനും ലക്ഷ്യമിട്ടാണ് മാനവ സഞ്ചാരം സംഘടിപ്പിക്കുന്നത്. യാത്ര ഡിസംബർ 1 തിരുവനന്തപുരത്ത് സമാപിക്കും. ഉത്തരവാദിത്വം, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ കേരള യുവജന സമ്മേളനം ഡിസംബർ 27 മുതൽ 29 വരെ തൃശൂരിൽ വെച്ച് നടക്കും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ഉപാധ്യക്ഷൻ സയ്യിദ് സ്വലാഹുദ്ദീൻ ബുഖാരി, SYS ജില്ലാ ജനറൽ സെക്രട്ടറി പറവൂർ കുഞ്ഞിമുഹമ്മദ് സഖാഫി, ഇബ്രാഹിം ബാക്കവി ഊരകം, ഉസ്മാൻ ചെറുശോല, അബ്ദുൽ ഹഫീൽ അഹ്സനി ആറ്റുപുറം, അതീഖുർ റഹ്മാൻ ഊരകം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TV ന്യൂസ് കോട്ടയം. SSLC+2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു.
10 ഏക്കർ സ്ഥിതിയിൽ 2500 പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ, സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി, ജിഫ്സ.